ഹലോ നമസ്കാരം, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് പരിവാഹന്റെ സൈറ്റ് വഴി എങ്ങനെ സ്പെഷ്യൽ പെർമിറ്റിന്റെ ആപ്ലിക്കേഷൻ ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാം എന്നുള്ളതാണ്. അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെന്റ് ആയിട്ട് RC ബുക്കാണ് വേണ്ടി വരുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. വെഹിക്കിളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ചെയ്തു നൽകുന്നതിനായിട്ടുള്ള ഒഫീഷ്യൽ പോർട്ടലാണ് പരിവാഹൻ. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ പരിവാഹൻ.gov.in എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ സർവീസസിൽ വെഹിക്കിൾ റിലേറ്റഡ് ഓപ്ഷൻ ചൂസ് ചെയ്ത് തുടർന്ന് വരുന്ന പേജിൽ സ്റ്റേറ്റ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്ന ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ വണ്ടി നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. അതല്ല എങ്കിൽ രജിസ്റ്ററിംഗ് അതോറിറ്റി കൊടുത്ത് സ്റ്റേറ്റും RTOയും സെലക്ട് ചെയ്ത് ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അലർട്ട് മെസ്സേജിൽ വീണ്ടും പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്ന പേജിൽ അതർ സർവീസസിൽ ഓൺലൈൻ പെർമിറ്റ് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ വണ്ടി നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചേസസ് നമ്പറിന്റെ ലാസ്റ്റ് 5 ഡിജിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചേസസ് ഡീറ്റെയിൽസ് ഒക്കെ അപേക്ഷകന്റെ RC ബുക്കിൽ നൽകിയിട്ടുണ്ടാകും. വിവരങ്ങൾ നൽകിയതിനു ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. അടുത്തായിട്ട് വരുന്ന പേജിൽ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കുക. RCയുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്കാണ് OTP മെസ്സേജ് വരുന്നത്. വന്നിരിക്കുന്ന OTP കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകിയതിനു ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഓപ്പൺ ചെയ്ത് വരുന്ന പേജിൽ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഹോം പേജിലേക്ക് വരുന്നതാണ്. ഇതിൽ പുതിയ പെർമിറ്റ് ചെയ്യാനും പെർമിറ്റ് റിന്യൂവലും സ്പെഷ്യൽ പെർമിറ്റും ടെമ്പററി പെർമിറ്റും ഒക്കെ എടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു നിശ്ചിത കാലാവധി മാത്രമായിരിക്കും ഈ ഒരു പെർമിറ്റിന് വാലിഡിറ്റി ആയിട്ട് ലഭിക്കുക. സ്പെഷ്യൽ പെർമിറ്റ് എടുക്കുന്നതിന്റെ വീഡിയോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു താൽക്കാലിക ആവശ്യത്തിന് വേണ്ടിയിട്ട് പെർമിറ്റ് എടുക്കുന്നതിനെയാണ് സ്പെഷ്യൽ പെർമിറ്റ് എന്ന് പറയുന്നത്. ഇതിന് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്രൂവൽ ലഭിക്കുന്നതാണ്. സൈറ്റിൽ നിന്ന് അപ്പോൾ തന്നെ പെർമിറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഒരു ടെമ്പിൾ വിസിറ്റ്, അതല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്കുള്ള കുറച്ച് ദിവസത്തേക്ക് മാത്രമായിട്ടുള്ള യാത്രകൾക്കൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യൽ പെർമിറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെ സ്പെഷ്യൽ പെർമിറ്റിന് അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. ഹോം പേജിൽ തന്നെ സ്പെഷ്യൽ പെർമിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ആദ്യം ഓണർ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അതർ നെസസറി ഡീറ്റെയിൽസ്, പ്രീവിയസ് പെർമിറ്റ് ഡീറ്റെയിൽസ്, ഫിൽ സ്പെഷ്യൽ പെർമിറ്റ് ഡീറ്റെയിൽസ് എന്നീ വിവരങ്ങൾ നൽകിയിട്ടുണ്ടായിരിക്കും. ഇതിൽ ഫിൽ സ്പെഷ്യൽ പെർമിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കി വിവരങ്ങളൊക്കെ ഡിഫോൾട്ട് ആയിട്ട് സൈറ്റിൽ ഫിൽഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഫിൽ സ്പെഷ്യൽ പെർമിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ 3 കാറ്റഗറി വരുന്നുണ്ട്. സ്പെഷ്യൽ ബേസിക് ഡീറ്റെയിൽസ്, പാസഞ്ചർ ഡീറ്റെയിൽസ്, സ്പെഷ്യൽ ഡീറ്റെയിൽസ്. ഇതിൽ സ്പെഷ്യൽ ബേസിക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ നിലവിലെ RTOയുടെ വിവരങ്ങൾ നൽകിയിട്ടുണ്ടായിരിക്കും. വാലിഡ് ഫ്രം ഡേറ്റ് എന്നുള്ള ഓപ്ഷനിൽ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന തീയതിയും, പീരീഡ് ഓഫ് മോഡ് എന്നുള്ള ഓപ്ഷനിൽ ഡേയ്സ് എന്നും കൊടുക്കുക. പീരീഡ് എന്നുള്ള ഓപ്ഷനിൽ എത്ര ദിവസത്തേനാണ് യാത്ര പോകുന്നത്, 2 ആണെങ്കിൽ 2 കൊടുക്കുക, 5 ആണെങ്കിൽ 5 കൊടുക്കുക, 7 ആണെങ്കിൽ 7 എന്ന് കൊടുത്തതിന് ശേഷം പേജിന്റെ താഴെയായിട്ടുള്ള നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാസഞ്ചേഴ്സിന്റെ എണ്ണമാണ് നൽകേണ്ടത്. 5 ആണോ 10 ആണോ 20 ആണോ 50 ആണോ എത്രയാണോ വരുന്നത് അത് കൃത്യമായിട്ട് നൽകുക. ഇതിൽ നൽകിയിരിക്കുന്ന നമ്പേഴ്സിനനുസരിച്ചുള്ള വ്യക്തികളുടെ വിവരങ്ങൾ സൈറ്റിൽ ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. 15 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ 15 പേരുടെ വിവരവും, 20 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ 20 പേരുടെ വിവരവും, 5 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ 5 പേരുടെ വിവരവും കൃത്യമായിട്ട് നൽകേണ്ടതാണ്. നെയിം, ഏജ്, ജെൻഡർ, അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നൽകേണ്ടത്. അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് ഫുൾ അഡ്രസ്സ് കൊടുക്കണമെന്നില്ല. വീട്ടുപേരും സ്ഥലപ്പേരും കൊടുത്താലും മതിയാകും. പോകുന്ന ഓരോ വ്യക്തികളുടെയും പേരും ഏജും ജെൻഡറും അഡ്രസ് ഡീറ്റെയിൽസും കൃത്യമായിട്ട് കൊടുക്കുക. എല്ലാ വ്യക്തികളുടെയും വിവരങ്ങൾ നൽകിയതിനു ശേഷം പേജിന്റെ താഴെയായിട്ടുള്ള നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സ്പെഷ്യൽ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ട്രാവൽ ഫ്രം, അതുപോലെ ട്രാവൽ അപ് ടു ചോദിച്ചിട്ടുണ്ട്. ട്രാവൽ ഫ്രം എന്നുള്ള ഓപ്ഷനിൽ എവിടെ നിന്നാണ് യാത്ര പുറപ്പെടുന്നതെന്നും, ട്രാവൽ അപ് ടു എന്നുള്ള ഓപ്ഷനിൽ എവിടേക്കാണ് യാത്ര പോകുന്നതെന്നും, അതായത് ഫ്രം പ്ലേസും ടു പ്ലേസുമാണ് നൽകേണ്ടത്. പർപ്പസ് ഓഫ് ജേണി എന്നുള്ള ഓപ്ഷനിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് യാത്ര നടത്തുന്നത് എന്നാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ റൂട്ട് ഡിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ ബോർഡർ അല്ലെങ്കിൽ ഏതൊക്കെ പ്ലേസിലൂടെയാണ് വെഹിക്കിൾ പാസ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. പോകുന്ന ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ബോർഡർ ഡീറ്റെയിൽസ് ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകിയതിനു ശേഷം സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്.
സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ആപ്ലിക്കേഷൻ നമ്പർ കാണിക്കുന്നതാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം വെരിഫൈ നൗ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. അടുത്തായിട്ട് വരുന്ന പേജിൽ ഷോ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷന്റെ തന്നെ പ്രിവ്യൂ പേജ് ആണ് വരുന്നത്. എല്ലാ ഡീറ്റെയിൽസും ഒന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയതിനു ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ വിവരങ്ങളും ഓക്കെ ആണെങ്കിൽ സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. പേ നൗ എന്നുള്ള ഓപ്ഷൻ വരുന്നതാണ്. പേ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ചെക്ക് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന പേജിൽ ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മേക്ക് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. മേക്ക് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു അലേർട്ട് മെസ്സേജ് കൂടി വരുന്നുണ്ട്. അതിൽ യെസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പേയ്മെന്റ് ഗേറ്റ്വേ പേജിലേക്കാണ് പോകുന്നത്. പേയ്മെന്റ് ഗേറ്റ്വേ ഇ ട്രഷറി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഡിക്ലറേഷൻ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ഗേറ്റ്വേ 1-2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. അടുത്തായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ GRN നമ്പറും ഡിപ്പാർട്ട്മെന്റൽ റെഫറൻസ് നമ്പറും കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഓക്കെ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആയിട്ട് വരുന്നത് പേയ്മെന്റ് ഗേറ്റ്വേ ഓപ്ഷൻസ് ആണ്. കാർഡ്, അതുപോലെ നെറ്റ് ബാങ്കിങ്, UPI ഓപ്ഷൻസ് ഒക്കെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ UPI എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഏത് വാലറ്റ് ആണോ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വാലറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. UPI അഡ്രസ് ഒന്ന് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. UPI ഹോൾഡറുടെ വിവരങ്ങൾ, അതായത് പേര് അതിൽ വരുന്നതാണ്. വിവരം ഓക്കെ ആണെങ്കിൽ പേ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വാലറ്റിലേക്ക് വരുന്ന റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേയ്മെന്റ് നടത്താവുന്നതാണ്. പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും ഡയറക്റ്റ് ആയിട്ട് റെസിപ്റ്റ് ലഭിക്കാറില്ല. ചില സമയങ്ങളിൽ ഇതുപോലൊരു എറർ മെസ്സേജ് കാണിക്കാറുണ്ട്. പേജിന്റെ മുകളിലായിട്ടുള്ള ബാക്ക് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നടത്തിയിരിക്കുന്ന പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് കട്ട് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പേയ്മെന്റ് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്താൽ മതി. ഇതിനായിട്ട് സ്റ്റാറ്റസിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഷോ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പേയ്മെന്റ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിട്ട് അവിടെ വരുന്നതാണ്. കറന്റ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ ഓൺലൈൻ പെർമിറ്റ് ട്രാൻസാക്ഷൻ ഈസ് അറ്റ് ദി സ്റ്റേജ് ഓഫ് ഫീ പേയ്മെന്റ് എന്ന് ആണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ഏറ്റവും മുകളിലായിട്ടുള്ള സ്റ്റാറ്റസ് ഓപ്ഷനിൽ ചെക്ക് പെൻഡിംഗ് ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായി കൊടുത്തതിന് ശേഷം ഷോ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചില സമയങ്ങളിൽ പേയ്മെന്റ് ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ആവാൻ വേണ്ടി 15 മിനിറ്റ് വരെയൊക്കെ സമയം എടുക്കാറുണ്ട്. ഇതുപോലെ ഒരു അലേർട്ട് മെസ്സേജ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ ഇ ട്രഷറിയുടെ സൈറ്റ് വഴി പേയ്മെന്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിനായിട്ട് ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യാം. ഇ ട്രഷറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഏറ്റവും മുകളിൽ സ്റ്റാറ്റസിൽ ചെല്ലാൻ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന GRN നമ്പർ അതല്ല എങ്കിൽ റെഫറൻസ് നമ്പർ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിനു ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി പരിവാഹന്റെ സൈറ്റിൽ പേയ്മെന്റ് ചെയ്തിട്ട് പേയ്മെന്റ് അപ്ഡേറ്റ് ആവാതെ വരികയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് പേയ്മെന്റ് സ്റ്റാറ്റസ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന GRN അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പേയ്മെന്റ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് വെരിഫിക്കേഷൻ ഓപ്ഷനിൽ സക്സസ് എന്ന് വന്നിട്ടുണ്ടാവും. ഇവിടെ സക്സസ് എന്ന് കാണിച്ചിട്ടുണ്ട്. വീണ്ടും പെർമിറ്റിന്റെ സൈറ്റ് എടുക്കുക. സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചെക്ക് പെൻഡിംഗ് ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ആപ്ലിക്കേഷൻ നമ്പർ ഒന്നും കൂടി കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഷോ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ആയി വന്നിരിക്കുന്ന പേജിൽ ട്രാൻസാക്ഷൻ ID എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് വരുന്ന ഭാഗത്ത് ചെക്ക് ടു ബാങ്ക് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആയി വരുന്ന പേജിൽ കൺഫേം പേയ്മെന്റ് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ്. ആപ്ലിക്കേഷന്റെ റെസിപ്റ്റ് നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് റെസിപ്റ്റ് പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഇതല്ല പെർമിറ്റ്, ഇത് ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് മാത്രമാണ്. പെർമിറ്റ് എടുക്കുന്നതിനായിട്ട് പ്രിന്റ് ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷനിൽ പ്രിന്റ് പെർമിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ
ആപ്ലിക്കേഷൻ നമ്പർ എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഓപ്പൺ ആയി വരുന്ന പേജിൽ അപേക്ഷ സമർപ്പിച്ച ഡേറ്റിന് നേരെയുള്ള പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രിന്റ് ഔട്ട് പെർമിറ്റിന്റെ എടുക്കാൻ സാധിക്കുന്നതാണ്. സ്പെഷ്യൽ പെർമിറ്റിന് മാത്രമാണ് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിച്ചാൽ അപ്പോൾ തന്നെ പ്രിന്റ് ലഭിക്കുന്നത്. മറ്റുള്ള പെർമിറ്റ് ആപ്ലിക്കേഷനുകൾ ഓൺലൈനായിട്ട് ചെയ്തതിനു ശേഷം സൈറ്റിലേക്ക് ഡോക്യുമെന്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ശേഷം RTO ഓഫീസുമായി ബന്ധപ്പെട്ടാണ് പെർമിറ്റിന്റെ പ്രിന്റ് ഔട്ട് എടുക്കേണ്ടത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.